മഹാദേവ, എന്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ആദിശേഷന് വേണ്ടി ജീവിക്കുന്ന ഞാൻ ഇവന്റെ കൂടെ ദാമ്പത്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശിവാനി, ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഇവളൊന്നും സംസാരിക്കുന്നില്ലല്ലോ. രാത്രി എന്താ പറ്റിയേ? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണോ? അതുകൊണ്ടായിരിക്കും ഇവള് മിണ്ടാതിരിക്കുന്നത്. ഛേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മഹാദേവ, ഞാൻ ഈ വീട്ടിൽ സാധാരണ ഒരു മനുഷ്യനായി തന്നെ ജീവിക്കണം. ഞാനൊരു ഇച്ഛാധാരി നാഗമാണെന്ന് ഈ വീട്ടിലുള്ളവർ മനസ്സിലാക്കരുത്. ദൈവമേ, ശിവാനി എന്തായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യമായിട്ട് എനിക്കറിയില്ല. അവള് എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ തഥാസ്തു എന്ന് പറഞ്ഞേക്ക്. അതെല്ലാം മോശമാണെങ്കിൽ അതൊക്കെ വിട്ടു കളഞ്ഞേക്ക്. എന്താണ് പറയുന്നത് എന്തോ. എന്തെങ്കിലും ചെയ്ത് അവളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുക ദൈവമേ. ശിവാനി, പ്ലീസ് ഒന്ന് സംസാരിക്കേ. എന്താ നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? രാത്രി എന്താ സംഭവിച്ചത്? ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ശിവാനി, ദൈവമേ, ശിവാനി ഒന്നും സംസാരിക്കുന്നില്ല. രാത്രി രാത്രി ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയോ എന്തോ? ഇനി അങ്ങനെ ചെയ്താലും എന്തായിരിക്കും ചെയ്തിരിക്കുക? ത്രിശൂൽ, മനസ്സിലായി മനസ്സിലായി. സോറി ദൈവമേ. സെൻസർ കട്ടാണെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കേ. അല്ല, അങ്ങയുടെ ഒരു അവസ്ഥ എന്താന്ന് നോക്കി. എല്ലാം അറിയാൻ, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അല്ല ശിവാനി? ശിവാനി, ശിവാനി, ഹേയ് ശിവാനി, എന്റെ അടുത്തൊരു മിനിറ്റ് ഒന്ന് സംസാരിക്ക് പ്ലീസ്. ഏയ്, ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചാൽ ഉത്തരം കിട്ടിയേ പറ്റൂ. ശിവാനി, ഇങ്ങനെ വെറുതെ ഇരുന്നാ ഞാൻ വിടുമെന്ന് വിചാരിച്ചോ? എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയേ പറ്റൂ. നിനക്ക് എന്ത് ഉത്തരം വേണ്ടത്? രാത്രി എന്താണ് സംഭവിച്ചത്? രാത്രി നീ റൂമിലുണ്ടായിരുന്നു. ഞാനും റൂമിലോട്ട് വന്നു. എന്റെ കയ്യില് പാലുണ്ടായിരുന്നു. നിനക്ക് ആ പാല് തന്നു. നീ കുടിച്ചിട്ട് എനിക്ക് തന്നു. ഞാനും ആ പാല് കുടിച്ചു. ഞാനെടുത്ത് തരാം, ഞാനെടുത്ത്. ശിവാനി, അവസാനം പറഞ്ഞത് ശരിക്കും കേട്ടില്ല. അതൊന്നുകൂടി പറഞ്ഞു. എത്ര പ്രാവശ്യം നിന്നോട് പറയണം? അല്ല, ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാ പോരെ? തൃശൂർ, എനിക്കെന്താ ഇതാണ് പണി? എനിക്കൊന്നും വയ്യ. ശിവാനി, എനിക്ക് വേണ്ടി പ്ലീസ്. രാത്രി നീ റൂമിലുണ്ടായിരുന്നു. ഞാന് പാല് കൊണ്ട് റൂമിലോട്ട് വന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന പാല് നിനക്ക് കുടിക്കാൻ തന്നു. നീ പാല് കുടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നു. ഞാനും പാല് കുടിച്ചിട്ട് നിന്റെ അടുത്ത് വന്നിരുന്നു. ഇനിയാണ് കേൾക്കേണ്ട മെയിൻ മാറ്റർ. പറ. അതിനുശേഷം വെള്ളം ഇരിക്കുന്നു. വെള്ളം കുടിക്കേ. അത്രേ ഉള്ളൂ. മെയിൻ പോയിന്റ് മിസ്സായി പോയല്ലോ. ശിവാനി, ഒരു തവണ കൂടെ ഒന്ന് പറയോ പ്ലീസ്? പറ്റില്ല. എനിക്ക് വേണ്ടിയല്ല ശിവാനി, ഒരു തവണ കൂടെ ഒന്ന് പറയുന്നേ. ശരി, അവസാനായിട്ട് ഒന്നുകൂടെ പറയാം. ഇനി പറഞ്ഞു ശിവാനി. രാത്രി നീ റൂമിലുണ്ടായിരുന്നു. അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. സോറി, പിന്നീടുള്ളത് പറയുമോ? ഞാൻ പാലെടുത്തോണ്ട് റൂമിലോട്ട് വന്നു. എന്നിട്ട്? അതേ തൃശൂൽ, എന്റെ കയ്യിലുണ്ടായിരുന്ന പാല് നിന്റെ കയ്യില് തന്നു. ഇത് കോഫിയല്ലേ? മധുരം കറക്റ്റ് ആണോന്ന് നോക്ക്. കുറച്ച് കുറവാണ്, പക്ഷെ വീട്ടുകാർക്കൊക്കെ ഓക്കെ. എന്തുവാ ശിവാനി ഇത്? ഞാനൊരു ടെൻഷൻ അടിച്ചേക്കും എന്നെ കൂടെ കോഫി കുടിപ്പിക്കാണോ? പിന്നെ എന്താ ഉണ്ടായെന്ന് പറയ്. പറഞ്ഞല്ലോ തൃശൂൽ, രാത്രി നീ റൂമിലുണ്ടായിരുന്നു. ഞാൻ പാലെടുത്തോണ്ട് റൂമിലോട്ട് വന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന പാല് നിനക്ക് തന്നു. അതിനുശേഷം അതൊക്കെ മനസ്സിലായി. നീ തന്നു, ഞാൻ കുടിച്ചു, പിന്നെ തിരികെ തന്നു. നീ എന്റെ അടുത്ത് വന്നിരുന്നു. അതിനുശേഷം എന്താ ഉണ്ടായേ? നോക്ക്, നിനക്കെല്ലാം അറിയാം. എന്നിട്ട് കളിപ്പിക്കാനായിട്ടാണോ എന്നോട് ചോദിക്കുന്നത്?
എന്നോട് മിണ്ടണ്ട നീ. ശിവാനി, നിന്നെ ഞാൻ വിടില്ല. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. ഓ ശേ, രാത്രി ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ശിവാനി എന്നോട് ശരിക്കും മിണ്ടാതിരിക്കുന്നത്. അതിന് മാത്രം ഞാൻ എന്താണോ ചെയ്തത്? ഇപ്പൊ അവളോട് ക്ഷമ ചോദിക്കാനും പറ്റുന്നില്ലല്ലോ. ശിവാനി, നീയാണോ മോളെ കോഫി ഉണ്ടാക്കിയത്? അവിടെ സെർവൻസ് ഉണ്ടായിരുന്നല്ലോ. സാരമില്ലമ്മേ. ശിവാനി, ശിവാനി, ശിവാനി. ഓ ഏയ്, ശിവാനി. തൃശൂൽ, ഹായ്. എന്താ മോനെ, ഭാര്യയോട് സംസാരിക്കണോ നിനക്ക്? അത് മനസ്സിലായി മനസ്സിലായി. ശിവാനി, നീ അവനോടൊന്ന് സംസാരിച്ചേക്ക്. ഏയ്, ദമയന്തി, എന്റെ കൊച്ചുമോനെല്ലാം അവന്റെ അപ്പൂപ്പന്റെ പ്രകൃതം തന്നെയാ. അദ്ദേഹം ഇങ്ങനെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എന്നെ ചുറ്റി കറങ്ങി ഇങ്ങനെ നടക്കും. 5 വർഷം എന്നെ വീട്ടിലോട്ട് പോലും വിട്ടിട്ടില്ല. എന്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലല്ലോ. അമ്മമാരാണെങ്കിൽ ഞാനും ശിവാനിയും വളരെ സന്തോഷത്തിൽ ജീവിക്കാന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ ശിവാനിയുടെ കാര്യം എനിക്കും അവൾക്ക് ഒരു ബന്ധമില്ലാത്തത് പോലെയല്ലേ നടക്കുന്നേ. എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല, ഒന്നും മനസ്സിലാവുന്നുമില്ല. ബ്രോ, രാത്രി മുതൽ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്ന് തോന്നല്ലോ. കാര്യം എന്താന്ന് ചോദിക്കാം? എന്താണ് ബ്രോ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്? രാത്രി കഴിഞ്ഞ് നേരം വെളുത്ത് എന്റെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു പോയി. നീ ആണെങ്കിൽ ഇതുവരെ വീട്ടിലും പോയിട്ടില്ല. എന്തു പറ്റി ബ്രോ? അല്ല, നീ തോറ്റുപോയെന്നുള്ള വിഷമത്തിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, മനസ്സിലായി. നിനക്കിപ്പോ ബുദ്ധി പറഞ്ഞെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലെന്ന്. ശരി, നിന്റെ അടുത്ത് ഞാൻ വേറൊരു ടോപ്പിക്ക് പറയാം. എനിക്ക് നാണം വരുന്നുണ്ട്, എന്നാലും സാരമില്ല, ഞാൻ പറയാം. ശിവാനി എന്റെ കൂടെ എത്ര ക്ലോസ് ആയെന്നറിയാമോ ബ്രോ? എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്നേ. ഒരു നിമിഷം പോലും അവൾക്ക് എന്നെ വിട്ടു പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ബ്രോ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തെ എന്നെ അവള് വിട്ടേയില്ല. ബ്രോ, ഇന്നലെ രാത്രിയിൽ എന്താ സംഭവിച്ചെന്നറിയോ? ഇന്നലെ രാത്രി ശിവാനി ഒന്ന് പോ. രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ നാണം തോന്നുന്നു. എന്നാലും ഇന്നലെ രാത്രി സംഭവിച്ചതൊന്നും മറക്കാനേ പറ്റില്ല. ശരി ബ്രോ, എന്നാ ഞാൻ പൊക്കോട്ടെ. ഓക്കെ, എന്റെ ഭാര്യ ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇപ്പൊ ഞാൻ നിന്നെ പോലെ തെണ്ടി നടക്കാനൊന്നും പാടില്ലല്ലോ, കാരണം എന്റെ കല്യാണം കഴിഞ്ഞു പോയില്ലേ. എന്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ വന്നു. ഉത്തരവാദിത്തം എന്നാ പോട്ടെ. ബൈ ബൈ.
എന്തേ കാണിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട മായ? അവൻ ഇന്നലെ രാത്രിത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാ. അതിന് നീ എന്തിനാ ഇവിടെ കിടന്ന് തല ഉണ്ടാക്കുന്നത്? എന്തിനാന്ന? അവൻ ദാമ്പത്യം തുടങ്ങിയിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പെണ്ണുമായിട്ടാ. എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ത്രിവിക്രം, ഒന്നും ആലോചിച്ചു കൂട്ടണ്ട. അവൻ പറഞ്ഞ പോലെ ഒന്നും നടന്നു കാണില്ല. എന്നുവെച്ചാ അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ കള്ളമാണെന്നോ? കള്ളം. അവർ രണ്ടുപേരും ഒന്നാവാൻ ഒരു സാധ്യതയുമില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ ശക്തി കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. അവരുടെ ഇടയിൽ ദാമ്പത്യം തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങിയിരുന്നെങ്കിൽ അവൻ ഇങ്ങോട്ട് ഒരിക്കലും വരില്ലായിരുന്നു. നീ പറയുന്നൊക്കെ സത്യമാണോ? സത്യമാണ്. അവർ രണ്ടുപേരും ഒന്നായിരുന്നെങ്കിൽ നടക്കുന്നത് മറ്റൊന്നായേനെ. എന്നുവെച്ചാ അത് നീ അറിയേണ്ട കാര്യമല്ല. നിനക്ക് അവർ രണ്ടുപേരും ഒന്നാവുന്നത് ഇഷ്ടമല്ലായിരുന്നു. ആവുകയില്ല. നീ സന്തോഷിക്കേ. നീ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ അത്രയും സന്തോഷിക്കുന്ന വ്യക്തി വേറെ ആരും ഉണ്ടാവില്ല. അവരിനി ഒരിക്കലും ചേരാൻ പാടില്ല. അവരിനി ഒരിക്കലും ചേരാൻ പാടില്ല. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും. അയ്യോ ദൈവമേ, എന്റെ ലൈഫ് ഒരു വലിയ കൺഫ്യൂഷനിൽ കൊണ്ടിട്ടേക്കുവാണല്ലോ. ഫസ്റ്റ് നൈറ്റ് എല്ലാവർക്കും മെമ്മറബിൾ ആയിരിക്കും, പക്ഷെ എന്റെ കാര്യത്തിൽ അതൊന്നും മെമ്മറിയിലേ ഇല്ലല്ലോ. എന്താ ചെയ്യാ? അല്ല, ഇന്നലെ ശിവാനി വന്നു, പാല് തന്നു, ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. പക്ഷെ ഇന്നലെ എന്താ സംഭവിച്ചെന്ന് ആദ്യം അറിയണം. അതിനുവേണ്ടി ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ സെയിം ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുക. ശിവാനി വന്നതിന് ശേഷം ഇന്നലെ എന്താ പറ്റിയെന്ന് ശരിക്കും ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാമല്ലോ. അങ്ങനെ എല്ലാ മാറ്ററും ക്ലിയർ ചെയ്യണം. യെസ് ദൈവമേ, ഈ നൈറ്റെങ്കിലും മെമ്മറിയിൽ തങ്ങുന്നത് പോലെ ചെയ്തു തരണേ. ഒരുപാട് എക്സൈറ്റ് ആയി ബോധം പോവാതിരുന്നാ മതി. ഒന്നും മറക്കാതെ എല്ലാം ഓർമ്മയിലുണ്ടാവണം. ശിവാനോട് എല്ലാം ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇതെല്ലാം ഗോവിന്ദൻ അമ്മാവൻ ചെയ്തതുപോലെയുണ്ട്. ഈ റൂം ഇന്നലെ എന്ന പോലെ സെയിം ആയിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. ചെറിയ ഡിഫറൻസ് പോലും ഉണ്ടാവാൻ പാടില്ല. ആ ശിവാനി, എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഓ, റൂമൊക്കെ ആരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെന്നായിരിക്കുമല്ലേ? വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. എന്തിനാ എന്നെ ഡെക്കറേറ്റ് ചെയ്തെന്നാണോ? നോക്ക് ശിവാനി, ആർക്കെങ്കിലും അവരുടെ മെമ്മറി നഷ്ടപ്പെട്ടു പോയാ ആ സിറ്റുവേഷൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവിച്ചതെല്ലാം പിന്നീട് ഓർമ്മ വരുമെന്നാ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ ഇന്നലെ ഇവിടെ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ ഡിറ്റോമായിട്ട് അലങ്കരിച്ച് ഒരു വ്യത്യാസമില്ലാതെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? തൃശൂൽ, ദേഷ്യപ്പെടല്ലേ ശിവാനി. എന്റെ ലൈഫ് തന്നെ ഇപ്പോ കൺഫ്യൂഷനില്ല. ഒരു ഭർത്താവായി ഞാൻ സ്വന്തം ജീവിതത്തിൽ എന്താണ് ഓർമ്മയിൽ വെക്കേണ്ടത് അതൊന്നും തന്നെ ഓർമ്മയിലില്ലെന്നേ. എന്തുമാത്രം ഓർമ്മിക്കാൻ നോക്കിയിട്ടും ഓർമ്മയിലും വരുന്നില്ല, ഒന്നും പിടിയും കിട്ടുന്നില്ല. പ്ലീസ് നീ എങ്കിലും ഒന്ന് പറഞ്ഞത്, രാത്രി എന്താ സംഭവിച്ചേ? നോക്ക് തൃശൂൽ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്തിനാ ശിവനെ എന്നെ ദേഷ്യപ്പെടുന്നത്? എന്നെ കണ്ടിട്ട് നിനക്ക് പാവം തോന്നുന്നില്ലേ? ഇല്ല. ദേഷ്യം മനസ്സിലുണ്ടെങ്കിലും സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്കതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. ശിവാനി, ഒരേ ഒരു തവണ പറ പ്ലീസ്, രാത്രി എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ? നിനക്കെന്ത് തോന്നുന്നു? അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് അതൊന്നും ഓർമ്മയിൽ വരുന്നില്ല. ചിരിക്കുവാണ്. അപ്പോ വേറെന്തെങ്കിലും സംഭവിച്ചോ? ഏയ്, ഞാനപ്പോ ചിരിച്ചു. ചിരിച്ചതുപോലെ എനിക്ക് തോന്നി. നിനക്ക് ബോധം പോയെന്ന് തോന്നുന്നു. ഹേയ്, ചിലപ്പോ ശരിയായിരിക്കും. നിന്നെ പോലെയുള്ള ഒരു അപ്സരസിനെ കല്യാണം കഴിച്ച ഏതവന്റെ അവസ്ഥ ഇതായിരിക്കും. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് തൃശൂൽ. ഏയ് ശിവാനി, എന്തായാലും ഇത്രയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചില്ലേ, അതുകൊണ്ട് വാ ശിവാനി, വാന്നേ, ഒന്ന് വാ ശിവാനി, വാന്നേ. ഇവനെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന? എങ്ങനെങ്കിലും ഇവനെ ഉറക്കി കിടത്തണല്ലോ.
ഇത്രയായിട്ട് നീ ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ അപ്പോ നമ്മുടെ ദാമ്പത്യം നല്ല തുടങ്ങിയെന്നല്ല അർത്ഥം. അതുകൊണ്ട് നാണം കൊണ്ടൊന്നും പറയാത്തതായിരിക്കുമല്ലേ? ഇതിനുള്ള ഉത്തരം പറഞ്ഞാലും എനിക്ക് തന്നെ പ്രശ്നമാവും. വെറുതെ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ശിവാനി, കഴിഞ്ഞുപോയ രാത്രി ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് സമ്മതമല്ലേ? I love you, ശിവാനി. തൃശൂൽ, നിനക്ക് എന്നും ഇത് തന്നെയാണ് ഗതി. ഈ ഒരു ദിവസം മാത്രമല്ല, നീ എന്റെ കൂടെയുള്ള എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ. ഇതെന്താ പറ്റി ദൈവമേ? നേരം വെളുത്തോ? അല്ല, ശിവാനിയുടെ അയ്യോ, ഇതിപ്പോ കഴിഞ്ഞ രാത്രി എന്താ സംഭവിച്ചേ? എനിക്കെന്തെങ്കിലും രോഗമുണ്ടോ എന്തോ? രാത്രി പെട്ടെന്ന് കഴിഞ്ഞു പോവാണല്ലോ. ശിവാനി എവിടെ? ഇന്നലെ രാത്രി ഞാനെല്ലാം ഇവിടെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചു. ശിവാനി ഇവിടെ വന്നു. അവളോട് ഫസ്റ്റ് നൈറ്റ് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് സെക്കൻഡ് നൈറ്റ് ഇങ്ങനെയെല്ലാം ഡെക്കറേറ്റ് ചെയ്തെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിച്ചേ? ഇതിപ്പോ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ഇപ്പെന്താ ചെയ്യാ? ശിവാനി, തൃശൂൽ, കോഫി കുടിക്ക. ശിവാനി, എനിക്ക് ഈ കോഫി ഒന്നും വേണ്ട. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് പറ. തൃശൂൽ, നിനക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും കേട്ടാ എന്താ വിചാരിക്കുക? ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാനിപ്പോ. മിണ്ടാതെ കാപ്പി കുടിക്കുന്നുണ്ടോ? ശിവാനി പ്ലീസ്, രാത്രി. ശിവാനി, അയ്യോ ദൈവമേ, 2 ദിവസം കഴിഞ്ഞു പോയി. ശിവാനി തൊട്ടത് പോലും എനിക്ക് ഓർമ്മയില്ല. രാത്രി എന്ത് പറ്റിയെന്ന് ചോദിച്ചാ അവള് വാ പോലും തുറക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ?